പ്രശസ്ത സംവിധായകൻ പി ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിലൂടെ തെന്നിന്ത്യൻ സിനിമകൾക്ക് പുതിയ ഭാവുകത്വം നൽകിയ സംവിധായകനാണ് വിട പറയുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗൗതം, പറഞ്ഞതുപോലെ തന്നെ ഭാരതിരാജയുടെ സിനിമാ ജീവിതം നോക്കൂ, ഈ തമിഴ് സിനിമ അല്ലെങ്കിൽ തമിഴ് സംസ്കാരം എന്താണ്, തമിഴ് ഭാഷ എന്താണ്, ആ തമിഴിൻ്റെ സ്വത്വം എന്താണ്, അത് ആ രീതിയിൽ തന്നെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകത്തിന് അറിയിക്കാൻ കഴിഞ്ഞു ഭാരതിരാജയ്ക്ക്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വലിയ പ്രത്യേകതയും അത് തന്നെയായിരുന്നു. അങ്ങനെയുള്ളൊരു സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ് സിനിമ ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ വാർത്തയായി മാറുന്നതും അതുതന്നെയാണ്. 84 വയസ്സുള്ള പി ഭാരതിരാജ ചെന്നൈയിലെ വസതിയിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നുണ്ടായ ക്ഷീണതയിലും അവശതയിലും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഭാരതിരാജയെ കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും, മലയാളികൾക്കും തമിഴർക്കും തെലുങ്കർക്കും ഉൾപ്പെടെ, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ സിനിമാ സ്നേഹികൾക്ക് വലിയ തരത്തിലുള്ള ഒരു ഫിലിമോഗ്രാഫിക് ആയിട്ടുള്ള ജീവിതം നയിച്ച ആളാണ് പി ഭാരതിരാജ. നമുക്കറിയുന്നത് പോലെ 1977 സഹസംവിധായകനായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതിനു മുൻപ് തന്നെ നാടകങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പ്രകടനങ്ങളിലൂടെയും ഒക്കെ തന്നെ തൻ്റെ ഗ്രാമമായ അല്ലി നഗരത്തിൽ താനൊരു കലാകാരനാണെന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതിരാജ സിനിമയിലേക്ക് കടന്നു വരുന്നത്. തേനിക്ക് സമീപം അല്ലി നഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു സാധാരണ തമിഴ് ഗ്രാമത്തിലാണ് പി ഭാരതിരാജ ജനിക്കുന്നത്. അദ്ദേഹം തുടക്കഘട്ടത്തിൽ ഈ കലയോടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ജോലിക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിൽ ഒരു ചെറിയ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് തൻ്റെ വഴി ഇതല്ല എന്ന് തിരിച്ചറിയുകയും തുടർന്ന് സിനിമയിലേക്ക് കടന്നു വരികയുമായിരുന്നു. അങ്ങനെ സിനിമയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിനിടയിലാണ് തൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും അതിനായി പണിയെടുക്കുന്നതിനിടെ കുടുംബം പുലർത്തേണ്ട സാഹചര്യം വരുമ്പോൾ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ ജീവനക്കാരനായി പണിയെടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും സിനിമ എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോയ പി ഭാരതിരാജ രാജ്യത്തിൻ്റെ പത്മശ്രീ പുരസ്കാരം നേടി 2004 അംഗീകരിക്കപ്പെടുന്നത് വരെ നടത്തിയിട്ടുള്ള ജീവിതയാത്ര, അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഇപ്പോൾ സിനിമാ മോഹവുമായി നടക്കുന്ന, എല്ലാ കാലത്തും സിനിമാ മോഹം ഉണ്ടായിരുന്ന മനുഷ്യർക്ക്, ചെറുപ്പക്കാർക്ക് ഒക്കെ തന്നെ പ്രചോദനമാകുന്ന ഒരു ജീവിതവുമായിരുന്നു. അതിലേറ്റവും പ്രധാനമായും പി ഭാരതിരാജയെ നമ്മൾ അടയാളപ്പെടുത്തുക, അദ്ദേഹം തമിഴ് സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം തമിഴ് സിനിമയുടെ മുഖം മാറ്റിയെടുത്തിട്ടുള്ള രീതി എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയിലാണ്. നമുക്കറിയാം, വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുകയും അത്തരത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സംസ്കാരം സൂക്ഷിക്കുന്ന വിഭാഗമാണ് തമിഴ് ജനത. അതുകൊണ്ട്